ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിപ്പോൾ എൻ്റെ ബെഡിലുള്ളത്. ആൻഡ് ദിസ് മൈ ബെഡ്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്, ഇതാണ് നമ്മളെ വീട്. ഇന്ത്യ അല്ല, ഇന്ത്യ, ഇത് മിസ്രം. ഇനിമേ നമ്മളെന്താക്കാറുണ്ട്, പുതിയ വീഡിയോസൊക്കെ ഇടാനൊക്കെ താല്പര്യമുണ്ട്. ആൻഡ് എക്സാമൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു പൊള്ളി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ അതിൻ്റെ ഫസ്റ്റ് പേജ് എടുക്കട്ടെ. യെസ്, ആൻഡ് ഹിയർ ഇറ്റ്സ് ദ മർഡർ, ദ മൊണാർക്ക് ആൻഡ് ദ ഫക്കീർ. ഇത് നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിജിയുടെ ജീവചരിത്രം അല്ലെങ്കിൽ അസാസിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ന്യൂ ഇൻവെസ്റ്റിഗേഷൻ അപ്പു എസ് സുരേഷ് ആൻഡ് പ്രിയങ്ക കൊറ്റമരാജു നടത്തുന്ന പുതിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ലഭിച്ച ഒരു വലിയ ഒരു സംഭവമാണ് ഈ പുസ്തകം എന്നുള്ളത്. ആൻഡ് ഇത് നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. ആൻഡ് വളരെ യൂസ്ഫുള്ളാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പം നമ്മളെ അവസ്ഥ. ഇത് ഇപ്പം ചെയ്യുന്നത്. ഞാനൊരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് അത് പോകുമ്പോൾ പറയാം എവിടത്തേക്കാന്നുള്ളത്. ഒരു പുസ്തകം കൂടി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക. ഏതാണെന്ന് വെച്ചാൽ സുൽത്താൻ വാരിയംകുന്നൻ. ഇത് നല്ലൊരു ചരിത്ര പുസ്തകമാണ്. അതായത് നമുക്ക് ലഭിക്കാതെ പോയ കുറേ ചരിത്രങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോൾ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ്. ബട്ട് ദ ഫാക്ട് ഈസ് ഓൾവേസ് അതായത് എത്ര കള പറഞ്ഞാലും അതിൻ്റെ അവസാനം നമുക്ക് ആ ഫാക്റ്റ് വെളിവും. ആൻഡ് ദർ ഇസ് എ ഫാക്റ്റ്. അപ്പോൾ അതാണ് സംഭവം. അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ചാനലല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എനിവേ, എന്തുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടാത്തത് എന്ന് ആരും ചോദിക്കാത്തത് കൊണ്ട് ഞാൻ അത് പറയാണ്. ഒന്നാമത് വീഡിയോസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഞാനിതൊരു യൂസ്ഫുൾ ആയിരിക്കണം. എന്തൊരു കാര്യം യൂസ്ഫുള്ളായ കാര്യം മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ആൻഡ് ഒരു ഡെയിലി അല്ലെങ്കിൽ ലൈഫ് ഫുള്ളും ഈ യൂട്യൂബിലാക്കുക അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ല. നീ വായിക്കുക, പഠിക്കുക, അതുപോലെ ഇങ്ങനെ എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു താല്പര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. എനിവേ, നമുക്ക് എന്താക്കാം, അടുത്ത ട്രിപ്പിൽ നമുക്ക് കാണാം. അതുപോലെ ഞാൻ 2 ദിവസം കൊണ്ട് അതിൻ്റെ പ്ലാനൊക്കെ തയ്യാറാക്കി. ഒരു 2 ദിവസമോ 1.5 ദിവസമായിട്ടും യാത്ര ഉണ്ട് ട്രെയിനിലാണ്. അപ്പോൾ അത് കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാൻ. ആൻഡ് സോ ഐ നീഡ് ടു ബി പ്രിപ്പയർഡ്. നമുക്ക് എന്തായാലും കാണാം. അതുവരെ അസ്സലാം.